ഹലോ ആർമിസേ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എനിക്ക് സുഖാട്ടോ. പിന്നെ നമ്മളെ എനിക്കറിയാം പെട്ടെന്നിടണേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോട്ട് വെച്ച. സോ ഞാൻ വേഗം ഇടാം. പിന്നെ നമ്മൾ എവിടെ നിർത്തിയേ? നമ്മുടെ നമ്മുടെ ആര് നമ്മുടെ കുക്കി അല്ലല്ലോ, ആരെ പോയിരുന്നു? നമ്മുടെ അഞ്ജലി സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നത്. ഇനി അവിടെ എന്തായി എന്തോ അല്ലേ? വാ നമുക്ക് നോക്കാം എന്തായി എന്ന്. ഇങ്ങനെ കിടന്നോ? ആഹാ, വന്നോ മണവാട്ടി? പാല് അല്ല മോളെ, എന്താ നിന്റെ ഉദ്ദേശം? പാലൊക്കെ കൊണ്ടാണല്ലോ വരവ്. ഓ, പാല് കൊണ്ടുവന്നു കരുതി ആളങ്ങ് കൂടുതൽ ചിന്തിച്ച് പോണ്ട. ഞാനേ പാല് അമ്മ പറഞ്ഞിട്ട് കൊണ്ടുവന്ന, അല്ലാതെ എനിക്കിഷ്ടമായിട്ട് കൊണ്ടുവന്നല്ല. മോൾ കൂടുതൽ വളച്ച് കളിക്കണ്ട. എനിക്കറിയാം നീ കൂടുതൽ മനസ്സിൽ സ്വപ്നം കണ്ട വന്നിരിക്കുന്നതെന്ന്. അയ്യടാ, സ്വപ്നം കണ്ടിരിക്കാൻ പറ്റിയൊരു മോതല് കൂടുതൽ ആലോചിക്കണ്ട. ഹലോ മിസ്സിസ് ശ്രീദേവ്, നീ എന്തുവാ എന്നെ വിളിച്ച? തനിക്കെന്താ ചെവിയില്ലേ? ഞാൻ എന്താ വിളിച്ചാന്ന് കേട്ടില്ലേ? മോളെ അഞ്ചുകുട്ടി, നീ കൂടുതൽ അങ്ങ് ആളാവണ്ട. പിന്നെ മേലാൽക്ക് എന്നെ താനെന്നോ അവനെന്നോ മോനെന്നോ വിളിച്ച ഞാനിങ്ങനെ വെറുതെ കയ്യും കെട്ടിയിരിക്കില്ല. മര്യാദയ്ക്ക് എന്നെ ഏട്ടാന്ന് വിളിച്ചോണം. എന്തോന്ന് ഏട്ടാന്നോ? കടുവാന്നാലും ഇനി കുഴപ്പമില്ലായിരുന്നു. ഏട്ടാന്ന് താനെന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഒന്ന് പോയി മേടിക്കാൻ പറ്റിയ വല്ല പേരുണ്ടെങ്കിൽ പറ. അതും ഡോ, താനിതെവിടേക്കായി കയറി വരുന്നേ? അവിടെ നിക്കടോ. അപ്പോ നിനക്ക് ഏട്ടാന്ന് വിളിക്കാൻ പറ്റില്ല അല്ലേ? ഒന്നങ്ങോട്ട് മാറി നിന്നേ. മാറി നിൽക്കണോ? എന്തിന്? നിങ്ങളിത് എന്താ ചെയ്യുന്നേ? ഇനി മുതൽ നീ എന്നെ ഏട്ടാന്ന് വിളിക്കുന്ന സമ്മതിക്കും. അപ്പം നോക്കാം. ഓക്കെ, മാറി നിന്നേ. ഒരു തവണ എൻ്റെ ഭാര്യ അങ്ങനെ വിളിക്കേ, ഞാനൊന്ന് കേൾക്കട്ടെ. ദൈവമേ, എന്റെ ഹാർട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ശ്രീയേട്ടാ. ആഹാ, എന്നാ ക്യൂട്ട് വോയിസ്. ഇങ്ങനെ വിളിച്ചാൽ മതി, ശ്രീ ഏട്ടാ. ദൈവമേ, ഇങ്ങനെയാണല്ലോ, ഈ കടുവനെയാണല്ലോ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ സഹിക്കണ്ടേ. ഇതെന്തിനാ എനിക്ക് തന്നെ? നീ എന്താടി ഈ സാധനം ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. കടുവെ തന്നോടാ ചോദിച്ചു, താനെന്തിനാ ഇത് എനിക്ക് വലിച്ചെറിഞ്ഞ് തന്നേന്നെ? ആ സാധനത്തിന്റെ പേരാണ് തലയണ. അത് സാധാരണ ഞങ്ങളൊക്കെ യൂസ് ചെയ്യാറ് കിടക്കുമ്പോ തലയിൽ വെക്കാനാ. നീ എന്തിനാ യൂസ് ചെയ്യലെന്ന് എനിക്കറിയില്ല. ആരടി കടുവ? കടുവ നിന്റെ മറ്റവൻ. അതെ, അത് തന്നെ ഞാൻ പറഞ്ഞേ. എന്തേ മനസ്സിലായില്ലേ? ഓ, അത് ശരിയാണല്ലോ, അത് ഞാനല്ലേ ഇപ്പം. ഇനി എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, എന്റെ പൊന്നു ഭാര്യ എന്ന് നിലത്ത് കിടന്നാ മതി. എന്തോ, എങ്ങനെ, ആര്, നിലത്ത്? നമുക്ക് നോക്കാരാന്ന്. നീ എന്തിനാണ് ബെഡ്മ കയറിയിരിക്കുന്നത്? ഇറങ്ങടി, ഇറങ്ങി വാടി. ഞാൻ ഇറങ്ങില്ല. ഇറങ്ങി വാടി, നിന്നോടാ ഞാൻ പറഞ്ഞു ഇറങ്ങിയവരെ. ഞാൻ ഇറങ്ങിയില്ലെന്ന് പറഞ്ഞില്ലേ? പോടുന്നു കടുവേ. എന്റെ കൈ. ഡീ മോയലെ, നിന്നെ ഞാൻ. കടുവേനെ വിട്ടു, മര്യാദയ്ക്ക് വിട്ടു. ഡീ ഇറങ്ങിയടി, ഇറങ്ങാൻ നിന്നോട് പറഞ്ഞു. എന്റെ ഊര എവിടെയൊക്കെ കയറി പോയി. ഇന്ന് വാടാ കടുവേ, നീ പോടും. ഓ, ഇവളെ ഞാൻ. എന്റെ കാല് വിടടി. എടി, നിന്റെ കാല് വിടണെന്നുണ്ട് പറഞ്ഞു. എന്റെ തല, എന്റെ തല. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ കടുവേ, നിങ്ങളെ ഞാൻ കൊല്ലും. ഞാൻ ഇന്ന് ഇറങ്ങടാ. ഡീ ചവിട്ടല്ലേ. ഊര. ഡീ നിന്നെ ഞാൻ. ഞാനെങ്കില ന്റെ പുറം. ഇവിടെ എന്ത് ചെയ്യുന്നേ? ഇടി, ഇത് കാലി, എന്റെ കാലി. സമ്മതിച്ച് വിട. എനിക്ക് വേദന വീട്ടടാ. മര്യാദയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ കേട്ടാ പോരായിരുന്നു കടുവേ. നീ അങ്ങനെ ജയിച്ചെന്ന് കരുതണ്ടടി മോയല്ലേ. അതും പറഞ്ഞ് ശ്രീ നമ്മുടെ അഞ്ജുവിനെ എടുത്തിട്ട് അങ്ങ് ബാക്കോട്ട് ഉന്തി. എന്തുവാടി നീ ചെയ്യുന്ന? മാറി നിക്കടി. അമ്മേനെ അടിക്കല്ലേ. മാറി നിക്കടി. കൈവിട്ട്, കൈവിടാനാ പറഞ്ഞേ.
അയ്യോ ഫസ്റ്റ് കിസ് ഷോ അഞ്ജു സോറി ഞാൻ അറിഞ്ഞോണ്ടല്ല അറിയാതെ പറ്റിയത് ഓ അറിയാതെ നല്ല രീതിയിലാണെങ്കിൽ എന്തൊരു റൊമാൻറ്റിക് ആയിട്ട് ചെയ്യായിരുന്നു. എന്തെല്ലാം സ്വപ്നം കണ്ടതാ ഞാൻ എൻ്റെ ഫസ്റ്റ് കിസ്. ഇങ്ങനെല്ലാം കുളവാക്കി. ഓ സോറി അഞ്ജു താനെന്തോന്നും പറയാത്തെ ഡോ ഇനി ഞാൻ എന്തോന്ന് പറയാനാ. എന്റെ ഫസ്റ്റ് കിസ് എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, അതെല്ലാം വെറുതെ പോയില്ലേ. ഓ സോറി ഞാൻ അറിഞ്ഞോണ്ടല്ലോ ചെയ്ത് അറിയാതെ പറ്റിപ്പോയതല്ലേ ഓ തനിക്കത് പറഞ്ഞാ മതി. എന്റെ ഫസ്റ്റ് കിസ തനിക്ക് എന്താണേലും ആവാലോ. ഡി വല്ലാണ്ട് മോള് തലേക്ക് കേറണ്ട. ഞാൻ അറിഞ്ഞോണ്ടല്ലാത്തത് കൊണ്ട് സോറി പറഞ്ഞതാ. അതിന് നീ ഇങ്ങനെ കിടന്ന് തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാത്രമല്ല നിന്റേത് മാത്രമല്ല എന്റെയും ഇത് ഫസ്റ്റ് കിസ് തന്നെയാ. എനിക്കുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് കിസ് എങ്ങനെയൊക്കെയാണെന്ന്. നിനക്ക് മാത്രമൊന്നുമല്ല. ഇനി നിങ്ങൾക്ക് ന്യായീകരിച്ചാ മതിയല്ലോ. എന്തൊക്കെയാ? ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. ദേ താൻ ഈ അരുവത്ത് കിടന്നു, ഞാൻ ഇപ്പുറത്ത് കിടക്കും. ഇതാ ഈ തലേനെ ഞാൻ നടുക്കിൽ വെച്ചോളാം. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതങ്ങ് ആദ്യം അങ്ങ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഗുരുമാൽ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മോൾ കിടക്കുന്നുണ്ടെങ്കിൽ വന്ന് കിടക്ക്, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ശ്രീ പോയി ബെഡിന്റെ ഒരു ഭാഗത്ത് തിരിഞ്ഞു കിടന്നു. എന്നിട്ട് എന്താ ഇവിടെ ചുണ്ടിന് ഇത്ര മധുരം? ഇനി വല്ല ചോക്ലേറ്റും തന്നെ വരുവാണോ? എന്തൊക്കെയായാലും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് നൈറ്റ് ആണ് പോലും ഫസ്റ്റ് നൈറ്റ്. ഇതെന്തോന്ന് ഫസ്റ്റ് നൈറ്റാ? എല്ലാം കുളവായി. തലയാണ് കൊള്ളാം. ദൈവമേ, ഇങ്ങേര് കെട്ടിപ്പിടിച്ചാണ് ഞാൻ കിടന്നേ. ഇങ്ങേര് ഉറങ്ങുന്ന കാണാൻ എന്നൊരു ക്യൂട്ടാ. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. പക്ഷെ ഇങ്ങനെ എണീറ്റാലോ അസലൊരു കടുവ് തന്നെ. ഓ ഇങ്ങനെ നോക്കി ഞാനിവിടെ നിൽക്കുകയാണ്. ഇന്ന് ഇവിടെ എണീക്കില്ല. വേഗം എണീച്ച് പോവാഞ്ചു. അങ്ങനെ നമ്മുടെ അഞ്ചുക്കുട്ടി മോർണിംഗ് റൂട്ടീസ് ഒക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് അമ്മ. ഞാൻ നേരം വൈകിയോ എണീക്കാൻ? ഗുഡ് മോർണിംഗ് മോളെ. അല്ല മോളെന്തിനാ ഇത്ര നേരത്തെ എണീറ്റ്? കുറച്ചു നേരം ഇവിടെ കിടന്നോടിന്നോ? ഇന്നലെ ഒത്തിരി നേരം വൈകിയല്ലേ കിടന്നേ? നല്ല ക്ഷീണം ഉണ്ടാവല്ലോ. ഹേയ് അങ്ങനൊന്നുമില്ല അമ്മ, ഞാൻ സഹായിക്കാം അമ്മ. അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യ്. അല്ല അവൻ എണീറ്റില്ലേ? ഇല്ലമ്മ, ശ്രീയുടെ എണീറ്റിട്ടില്ല. ഞാൻ പിന്നെ വിളിച്ചതുമില്ല. ഇന്നലത്തെ ക്ഷീണം ഒരുപാട് ഉണ്ടാവും, അതുകൊണ്ട്. അതെന്താ നന്നായി. നിനക്കും കൂടെ കുറച്ചു നേരം കിടക്കായിരുന്നു, എന്നാ ക്ഷീണം മാറി കിട്ടിയേനെ. അതൊന്നും സാരല്ല അമ്മ. എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചാലോ? അപ്പോഴത്തേനും ശ്രീയുടെ എണീക്കാൻ മതിയാവും. നമുക്ക് കഴിക്കാം. അവനെന്തായാലും വൈകാൻ മതിയാവും ചിലപ്പോൾ. ഏതായാലും അബിയേട്ടൻ എണീറ്റിട്ട്, അതുകൊണ്ട് അബിയേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏതായാലും വൈകണ്ടല്ലോ. നിങ്ങൾ കഴിച്ചോ? ഞാൻ ശ്രീയേട്ടൻ്റെ കൂടെ കഴിച്ചോളാം. മോളെ ശരി എന്നാ. രാവിലെയോ? അവളെ എണീറ്റോ? സമയത്രായി? ഓ മൈ ഗോഡ്, 9:30. ഇത്ര നേരം ഞാൻ കിടന്നുറങ്ങിയോ? അയ്യോ അല്ല, അവളിതെപ്പോഴാ എണീറ്റ് പോഴേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവൾക്ക് ഈ ക്ഷീണമൊന്നും പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെ മോർണിംഗ് റൂട്ടീസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രീ താഴോട്ടിറങ്ങി. അപ്പോ അവൻ അവിടെ കണ്ട സീൻ എന്താ? ये लड़का हाय अल्लाह कैसा है दीवाना, कितना मुश्किल है तौबा इसको समझाना, कि धीरे धीरे दिल बेकरार होता है, होते 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 प्यार होता है। हो ये लड़का हाय अल्लाह कैसा है दीवाना, कितना मुश्किल है तौबा इसको समझाना, कि धीरे धीरे दिल बेकरार होता है। ശ്രീ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങ് വന്നേ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എടുത്തു വെക്കാം, നീ കഴിക്കേ. അമ്മ എവിടെ ഇരുന്നോ? ഞാൻ എടുത്തു വെച്ചെടുത്തോളാം. അഭിനയമാണോ എന്തോ ആവോ, എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. എനിക്കൊരു കോള് ചെയ്യാനുണ്ട്, നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? കൊള്ളാമായിരുന്നോ? ഫസ്റ്റ് നൈറ്റ് ഒലക്കൻ്റെ മൂടാണ്. നീ ഇതെന്താടാ പറയുന്നേ? ഞാൻ ചോദിച്ച എന്റെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ.
നിനക്ക് വേറെ ഒന്നും ചോദിക്കാനല്ലേ ഇതല്ലാതെ? ഓ ഫസ്റ്റ് നൈറ്റ് വേറൊന്നും ചോദിക്കാനില്ല കേട്ടോ. ചോദിക്കുന്ന ചോദിച്ചു എന്താടാ അതിലൊരു സുഖമില്ലല്ലോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ രാത്രി? പറടാ, നിന്റെ സംസാരത്തിൽ അത്ര ഒരു സുഖക്കേട് തോന്നുന്നില്ല. അതൊന്നും പറയണ്ടടാ, ഇന്നെന്റെ രാത്രിയത്തെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. എല്ലാം കഴിഞ്ഞു. എനിക്ക് പെട്ടെന്നൊരു അങ്കളമാൻ പറ്റൂടാ. ഓ എടാ പട്ടി, ഞാൻ നിന്നെ അമ്മിക്കല്ലിലിട്ട് അരച്ച് തിന്നോടാ. എടാ മണ്ട, അതല്ലടാ, അവളെന്നെ ചവിട്ടി ചവിട്ടി. ശ്രീ അങ്ങനെ രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും അവയോട് പറഞ്ഞു കൊടുത്തു. എന്റെ ദൈവമേ, എന്താ ഞാൻ ഈ കേൾക്കുന്നേ? ഇത്രയൊക്കെ സമ്മതിച്ചോ ഇന്നലെ? സംഭവിച്ചോ? അല്ല, ഇന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ 10-10 പൊരുത്തം കിട്ടിയെന്നിട്ട്? അതൊന്നും പറയണ്ട. എനിക്ക് തോന്നുന്ന ആ ജോത്സ്യന് തെറ്റിക്കണെന്നാ. അങ്ങേര് ശരിയല്ല. ആര് ശരിയല്ലെന്നാ പറയുന്നേ? ഏയ് ഒന്നുമില്ലഞ്ചു, ഞങ്ങള് നാളെ തിരിച്ചു പോണ കാര്യം പറയായിരുന്നു. അപ്പോ നാളെ നിങ്ങള് പോകുകയാണോ? ജോ, ഞങ്ങള് നാളെ പോവും. നാളെ രാവിലെ ഫ്ലൈറ്റ്. അല്ല, നിങ്ങൾ നാളെ തന്നെ പോവുകയാണോ? ഒരാഴ്ചയും കൂടെ എക്സ്ട്രാ ലീവ് എടുത്തുവിടുന്നോ? അത് പറ്റില്ലമ്മ, എനിക്ക് കമ്പനിയിൽ കുറെ പെൻഡിങ് ഫയൽസ് വന്നിട്ടുണ്ട്. സോ എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. എന്റെ പൊന്നു ശ്രീ, അത് നിന്റെ പിയോട് എല്ലാം ക്ലിയർ ചെയ്ത് വെക്കാൻ പറയും. എന്നാ നിനക്ക് വന്നു കഴിഞ്ഞാൽ സൈൻ ചെയ്താ പോരെ? ഇത് നല്ല കഥയുണ്ട്. അപ്പൊ നിങ്ങളാരൊന്നും അറിഞ്ഞില്ലേ? അവന്റെ PA പോസ്റ്റ് ഒക്കെ എപ്പോഴോ പോയി. ശ്രീ, നീ വീണ്ടും? അത് അമ്മ, എനിക്ക് അല്ല ശ്രീ, നിനക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? ഈ മാസം തന്നെ എത്രാമതായി ഇത്? വല്ല ബോധമുണ്ടോ നിനക്ക്? എന്നാ അതിന് മാത്രം നിന്റെ പേര് മാത്രം പ്രത്യേകത? വല്ല കൊമ്പ് വലുതുണ്ടോ? PA, അതൊക്കെ പേരിനേ ഉള്ളൂ. അവർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇതിപ്പോ ബാക്കിയും കൂടെ പറ, കേൾക്കട്ടെ. ആന്റി, ശ്രീയെ പറയണ്ട. അവനെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവൻ പറഞ്ഞ പോലെ പണിയെടുക്കാൻ വരികയാണെങ്കിൽ അതിന് വരണം. അല്ലാതെ വായ നോക്കി വന്നാ അതെങ്ങനെ നടക്കുക? വായ നോക്കാൻ വരെ? നിങ്ങൾ എന്താ വായ കൃഷി തുടങ്ങിയിട്ടുണ്ടോ? ഇനിയിപ്പൊ അത് പറഞ്ഞ് വേറെ വിസ്തീർണം വേണ്ട. അത് കഴിഞ്ഞു. ഞങ്ങൾ നാളെ പോവും. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. അല്ലമ്മ, എന്താ ഇത്? പിയക്ക് എന്താ പ്രശ്നം? എന്റെ പൊന്നഞ്ചു, നിനക്കറിയോ, ഈ മാസം തന്നെ 6ാമത്തെ പിയാണ് ഈ ചെങ്ങായി ഫയർ ചെയ്യുന്നത്. അതെന്താ അങ്ങനെ ഫയർ ചെയ്യുന്നത്? അതൊന്നുമില്ല, ഞാൻ പോവാ. എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണാനുണ്ട്. ഡാബി, നീ വാ, എന്റെ കൂടെ വാ. അമ്മ, അവരൊക്കെ നാളെ രാവിലെ പോകുമോ തിരിച്ച്? അവർക്ക് പോകണം നിർബന്ധമെന്നല്ല പറയുന്നേ. പോയി വരട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? മോളെ, ഇന്ന് നിന്റെ വീട്ടിൽ പോകണ്ടേ? വേണ്ടമ്മേ, ഏട്ടൻ നാളെ പോവല്ലേ. സോ ഏട്ടനെ ഇവിടെ ഒരുപാട് പേരെ കാണാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ പോയി കണ്ടുക്കോട്ടെ. ഞാൻ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിനിയും പോവാലോ വീട്ടിലേക്ക്. എന്തോ ഒരു ചെറിയൊരു സങ്കടത്തോടെ നമ്മുടെ അഞ്ചു റൂമിലേക്ക് പോയി. എന്താ ഇത്ര പെട്ടെന്ന് കടവ് പോകുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമല്ല ആയിട്ടുള്ളൂ. അങ്ങേർക്ക് എന്താ ഒരു ബോധവുമില്ലേ? അല്ല, എനിക്കിപ്പോ എന്താ അതിന്? അങ്ങേര് പോയിക്കോട്ടെ, അക്കടവ് പോയ അത്രയും നല്ല. അങ്ങനെ ആകുമ്പോ കച്ചറ കൂടണ്ടല്ലോ ഒരാവശ്യമില്ലാതെ. എന്നാലും അക്കടവയ്ക്ക് നാളെ തന്നെ പോണം. അല്ല, നീ ഇതുവരെ കിടന്നില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല. സോ ഞാൻ ഉറങ്ങിയില്ല. ഓക്കെ, എന്നാ കിടന്നു. എനിക്ക് രാവിലെ നേരത്തെ നീക്കണ്ട. അപ്പോ പോകാനുള്ള ധൃതിയാണല്ലേ? പോകാൻ നിർബന്ധമായി പോയി. സോ എനിക്ക് പോയേ പറ്റൂ. ഏതായാലും നിനക്ക് സുഖമായില്ലേ? ഞാനില്ലാതിരിക്കുന്നതാണല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്കറിയാം നിനക്ക് നല്ല സന്തോഷമാണ് ഞാൻ പോകുന്നതുകൊണ്ടോന്ന്. സോ യു എൻജോയ്. തന്നോട് ആരോട് പറഞ്ഞേ എനിക്ക് സന്തോഷമാണെന്ന്? താനെന്തെങ്കിലും പറഞ്ഞോ? അല്ല, നിങ്ങളുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യണ്ടേ? അത് നാളെ രാവിലെ ഞാൻ ചെയ്തുകൊള്ളാം. നീ കേൾക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ശ്രീ, എല്ലാം പാക്ക് ചെയ്തില്ലേ? ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ആമാ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ബാഗ് ഞാൻ എടുക്കാം. ഞാൻ താഴെ കാറിൻ്റെ അടുത്തുണ്ടാവും. ഓക്കെ, എന്നാ ശരി കേട്ടോ മോളെ, ഞാൻ പോയി. ശരി, പോയിട്ട് വരാം. ഇവൾക്ക് ഇതെന്താ പറ്റി? അല്ലെങ്കിൽ ഞാൻ മോയിലെന്ന് വിളിച്ചാ
രണ്ടരട്ടി ഇങ്ങോട്ട് കളിയെ വിളിക്കുന്നതാണല്ലോ. എന്ത് പറ്റി ഇവൾക്ക്? ഓ, ഇവള് കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. ഇവള് കരഞ്ഞോ? അഞ്ജു, നിനക്കെന്താ സുഖമല്ലേ? നീ കരഞ്ഞു പോലെ ഉണ്ടല്ലോ, എന്താ പറ്റി? ഏയ് ഇല്ല, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. അത് സ്റ്റേറ്റിന് തോന്നുന്നതാ. ഏട്ടാ ഫ്ലൈറ്റ് വൈകും. ഓക്കെ, എന്നാ ശരി, ഞാൻ പോവാ. ബൈ. ഇങ്ങനെ ഹഗ് പോലും ചെയ്തില്ല. എന്താ ഇങ്ങനെ ഈ കടുവ? ഈ കടുവ എന്താ വിളിക്കാത്തെ? ഇതുവരെ അവിടെ എത്തിയില്ലേ? എനിക്കിനി ഉറക്കം വരുന്നില്ല. ശ്രീയേട്ടൻ, ഹലോ ശ്രീയേട്ടാ, അവിടെ എത്തിയോ? ആ, ഞാനിവിടെ എത്തി. നീ എന്താ കിടന്നില്ലേ? ആ, ഞാൻ കിടന്നിരുന്നു. ഫോണിന്റെ ബെല്ലടിക്കേട്ട് നീട്ടതാ. സോറി, ഞാൻ നിന്റെ ഉറക്ക് ഡിസ്റ്റർബ് ചെയ്തോ? അത് കുഴപ്പമൊന്നുമില്ല. അവിടെ എത്തില്ലേ സേഫ് ആയിട്ട്? ഞാനത് പറയാൻ വിളിച്ചതാ. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ പപ്പയുടെ അമ്മയോട് പറ, എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആനായിട്ടുണ്ട്. എന്നാ ശരി, നീ കിടന്നോ. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ശരി, ഗുഡ് നൈറ്റ്. ഞാൻ കരുതി എന്നുള്ള ദേഷ്യം കൊണ്ട് വിളിക്കില്ലെന്ന്. വിളിച്ചല്ലോ, എനിക്കത് മതി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോകാൻ തുടങ്ങി. ഇതിനിടയിൽ നമ്മളെ ശ്രീയുടെ അവസ്ഥ എന്താണെന്നല്ലേ നമുക്ക് നോക്കിയാലോ. ഇതിപ്പോ ഒരു എത്രയായി ഇതുവരെ? ഞാനാണെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാ? ये लड़का हाय अल्लाह कैसा है दीवाना, कितना मुश्किल है तौबा इसको समझाना, कि धीरे धीरे दिल बेकरार होता है, होते 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 प्यार होता है। हो ये लड़का हाय अल्लाह कैसा है दीवाना, कितना मुश्किल है तौबा इसको समझाना, कि धीरे धीरे दिल बेकरार होता है। ഡാ ശ്രീ, ഡാ ശ്രീ, എടാ പൊട്ട മിസ്റ്റർ ശ്രീദേവ്. എന്താ അബി? എനിക്ക് കുറച്ച് തേങ്ങാക്കൊല വേണം. നിനക്ക് തരാൻ പറ്റുമോ? എന്തോന്ന് തേങ്ങാക്കൊല? അതിപ്പോ ഞാൻ എവിടുന്ന് എടുത്തോണ്ട് വരണേ? ഓ, ഇവനെ കൊണ്ട് ആരാണാവോ ഇവനെ ചെയ്യാക്കിയത്? എടാ പൊട്ട, ഏത് ലോകത്താ നീ? ഇത്ര തവണയാ നിന്നെ വിളിക്കണേ. ഇനിയുള്ളത് നമുക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ 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 ബൈ. ഇഷ്ടമായ കമന്റ് ഇടണേ.